നമസ്കാരം, എല്ലാവർക്കും വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഒരു വലിയൊരു വഴിപാടാണ്, ഒരു നേർച്ചയാണ്. മുടിയേറ്റെന്ന് പറയും. ഈ മുടിയേറ്റ് എന്താണെന്ന് പലർക്കും അറിയത്തില്ല. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു വഴിപാടാണ് ഈ മുടിയേറ്റ്. തികച്ചും ഭക്തിയോടുകൂടി മാത്രം ചെയ്യുന്ന ഒരു വഴിപാടാണ് ഇത്. വ്രതാനുഷ്ഠാനത്തിലൂടെ മാത്രമാണ് ഈ വഴിപാടിലേക്ക് കടക്കുന്നത്. ആദ്യമായിട്ട് ആചാര്യന് ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണ്. ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ കലാകാരൻ അരങ്ങത്തേക്ക് വരും. ഭദ്രകാളി ക്ഷേത്ര മുറ്റത്ത് തന്നെയാണ് ഇതിൻ്റെ അരങ്ങൊരുക്കുന്നത്. തുടർന്ന് ഭക്ത്യാദരപൂർവ്വം കേളികൊട്ടാണ് കേളികൊട്ട് അവസാനിക്കുന്നതോടെ ദാരികൻ വേദിയിലേക്ക് വരുന്നു. ആരാണ് ദാരികൻ എന്ന് പറയാം. പണ്ട് ദാരികൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അതികഠിനമായ തപസ്സിലൂടെ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുന്നു. ദാരികൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മദേവൻ എന്തു വരമാണ് വേണ്ടതെന്ന് ദാരികനോട് ചോദിക്കുന്നു. ദാരികൻ, എനിക്ക് അമരത്വം വേണം, ഒരിക്കലും ഞാൻ മരിക്കരുത്. അത് സാധ്യമല്ലെന്ന് ബ്രഹ്മദേവൻ പറയുകയും മറ്റെന്തെങ്കിലും വരം ചോദിച്ചുകൊള്ളൂ എന്നാവശ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ആരാലും വധിക്കപ്പെടരുത്, അഥവാ എന്നെ ആരെങ്കിലും വെട്ടുകയോ എൻ്റെ രക്തം ഭൂമിയിൽ ചാടുകയോ ചെയ്താൽ ആ രക്തത്തുള്ളിയിൽ നിന്നും ആയിരക്കണക്കിന് ദാരികന്മാർ ഉയർത്തെഴുന്നേൽക്കണം എന്ന് വരം ചോദിക്കുകയാണ്. അങ്ങനെ വരം ലഭിച്ച ദാരികൻ ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും, മഹർഷിമാർക്കും, ദേവഗണങ്ങൾക്കും, ദേവന്മാർക്കുമെല്ലാം വെല്ലുവിളിയായിത്തീരുന്നു. എല്ലാത്തിനെയും ഉന്മൂലനാശം ചെയ്യുവാൻ ശല്യക്കാരനായി മാറുന്നു. അങ്ങനെ പ്രതിമുട്ടിയ ജനങ്ങളും മഹർഷിമാരും സാക്ഷാൽ ഭഗവാൻ പരമശിവൻ്റെ അടുത്ത് പരാതി ബോധിപ്പിക്കുന്നതാണ് വേദിയിൽ. എങ്ങനെയെങ്കിലും ദാരികൻ്റെ തല കൊയ്യണമെന്നും അതിനുള്ളൊരു പ്രതിവിധി ഉണ്ടാക്കി തരണമെന്നും മഹർഷി ഭഗവാനോട് ആവശ്യപ്പെടുന്നു. തുടർന്ന് വേദിയിൽ ദാരികൻ്റെ പീഡനങ്ങളെ അവതരിപ്പിച്ച് കാണിക്കുകയാണ്. എത്ര ക്രൂരനായിരുന്നു ദാരികനെന്ന് ഈ അവതരണത്തിലൂടെ നമുക്ക് മനസ്സിലാവും. അഹങ്കാരം മൂത്ത ദാരികൻ ഭൂമിയിലും സ്വർഗത്തിലും എന്നു വേണ്ട സർവചരാചരങ്ങളെയും വെല്ലുവിളിക്കുന്നു, കഷ്ടത്തിലാക്കുന്നു, ദുരിതത്തിലാക്കുകയാണ്. കാരണം അങ്ങനെ ഒരു വരമാണ് ദാരികൻ ലഭിച്ചിരിക്കുന്നത്. ആരെങ്കിലും ഒരു വെട്ടുവെട്ടിയാൽ ഭൂമിയിൽ തെറിച്ചു വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ആയിരക്കണക്കിന് ദാരികന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നു. അങ്ങനെ മുടികേറ്റുന്ന മഹത്തായ ഈ വഴിപാട് ദേവിയുടെ തിരുമുറ്റത്ത് തുടരുമ്പോൾ ഭക്തരായിരിക്കുന്ന ഈ വഴിപാട് നേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും സാക്ഷാൽ ദേവിയിലും സാക്ഷാൽ ഭഗവാനിലും ഭക്തിസാന്ദ്രമായി ലയിച്ചിരിക്കുകയാണ്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഈ വഴിപാടാണ് ഏറ്റവും വലിയ വഴിപാട്. സാധാരണ മീനമാസത്തിലെ പൂരനാളിലാണ് ഈ വഴിപാട് നടക്കാറുള്ളത്. പ്രത്യേകിച്ചും വലിയ കല്ലിഞ്ചാൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മീനമാസത്തിലെ പൂരനാളിലാണ് ഈ വഴിപാട് ദുർഗാദേവി ക്ഷേത്രത്തിൽ നടക്കാറുള്ളത്. അന്നേ ദിവസം മീനമാസത്തിലെ കൊടുംചൂടിന് ആശ്വാസമേകിക്കൊണ്ട് പുതുമഴ പെയ്യാറുണ്ട്. ഈ വർഷവും
ആ ചടങ്ങ് തെറ്റിക്കാതെ പുതുമഴ പെയ്തു. ഇനി നമുക്ക് കാണാനുള്ളത് കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധകഥകളാണ്. അത് നമുക്ക് അടുത്ത ദിവസം കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.